إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും വിജയമെന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല വിഷയങ്ങൾ, പല കാര്യങ്ങൾ, പല ചരിത്രങ്ങളിലും ദൃഷ്ടാന്തമുണ്ടെന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ചിലപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിനെടുത്തുകൊണ്ടായിരിക്കും പറയുന്നത് ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ് എന്നുള്ളത്. മറ്റു ചിലപ്പോൾ മനുഷ്യർക്ക് നൽകിയ ഒരു അനുഗ്രഹത്തെ എടുത്തുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലെ മറ്റേതെങ്കിലും ജീവിത സൃഷ്ടിപ്പിനെ കുറിച്ചെല്ലാമായിരിക്കും എടുത്തുകൊണ്ട് ഇത് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത്. ചരിത്ര സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിലെ 13-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഒരു യുദ്ധത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഏറ്റുമുട്ടലിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് പ്രകാരമാണ് തുടങ്ങുന്നത്, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖതാ. ഖദ് കാന ലക്കും ആയ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തിനാ ദൃഷ്ടാന്തം? ഫീ ഫിഅതൈനി ഇൽതഖതാ, രണ്ട് സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി ആ സൈന്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്, ഫിഅതുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അതിലൊരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരായിരുന്നു. വഉഖ്റാ കാഫിറത്തുൻ, മറ്റൊരു വിഭാഗമാകട്ടെ സത്യനിഷേധികളുമായിരുന്നു. അല്ലാഹുവിനെ നിഷേധിച്ചവർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചവർ. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, എന്നാൽ ആ സത്യനിഷേധികളുടെ കണ്ണിൽ കണ്ടു അവർക്കെതിരെയുള്ള മുഅ്മിനീങ്ങളുടെ എണ്ണം സത്യനിഷേധികൾക്ക് ഇരട്ടിയായിട്ടുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് പറയണം, വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സഹായിക്കുന്നതാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായിട്ടും ഉൾക്കാഴ്ചയുള്ളവർക്ക്, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക്, കണ്ടു മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഈ ഒരു സംഭവത്തിൽ ഗുണപാഠമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഏതാണ് സഹോദരങ്ങളെ ഈ സംഭവം? ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് ഇതുപോലുള്ള മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. ഇത് ബദർ യുദ്ധത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതെ, ബദർ യുദ്ധം ഹിജ്റ 2-ാം വർഷത്തിൽ റമദാൻ മാസം 17-ാം തീയതിയിലാണ് ബദർ യുദ്ധം നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ആബാർ ബദർ എന്ന് പറയുന്ന സ്ഥലം ഏകദേശം മദീനയിൽ നിന്നും 150 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ സ്ഥലത്ത് വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ഈ ഒരു യുദ്ധം മുഅ്മിനെ സംബന്ധിച്ച് വലിയ ദൃഷ്ടാന്തമുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദിവസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബദർ യുദ്ധത്തിനെ കുറിച്ച്, ആ ദിവസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് യൗമുൽ ഫുർഖാൻ. എന്താ യൗമുൽ ഫുർഖാൻ? സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ദിവസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ഈ ഒരു പേര് നൽകാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. ഈ ഒരു വിശേഷം വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശേഷമാണ്. തുടർന്നുകൊണ്ട് ഇമാം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, സമ്മാഹുല്ലാഹു യൗമൽ ഫുർഖാൻ ലിഅന്നഹു ഫർറഖ ഫീഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിനെയും ബാത്തിലിനെയും വേർതിരിച്ച ദിവസമാകുന്നു ബദറിന്റെ ദിവസം എന്നുള്ളതാണ്. ബദരീങ്ങളെ കുറിച്ച് നമുക്കറിയാം. ബദറിൽ പങ്കെടുത്ത സ്വഹാബ 300-ൽ പരമുള്ള, 313 ആണെന്നും 309 ആണെന്നും 317 ആണെന്നും 14 ആണെന്നും എല്ലാം ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. ചുരുക്കത്തിൽ 300-ൽ കൂടുതൽ ആളുകളുണ്ട്. ഇവരെയാണല്ലോ ബദരീങ്ങൾ എന്ന് പറയുന്നത്.
ഇവരെ കുറിച്ച് നമ്മൾ വാനോളം പുകഴ്ത്താറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ബദർ ദിവസം കൊണ്ട് എന്താണ് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ബദർ ദിനത്തെ കുറിച്ച് എന്താണെന്ന് പറഞ്ഞത് എന്ന് പോലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ബദർ ദിനമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ദിനം, ഹക്കിനെയും ബാത്തിലിനെയും വേർതിരിച്ച ദിനമെന്നുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ കാര്യം തന്നെ പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിന് ഇസ്സത്ത് നൽകിയ ദിവസമാണ്, സത്യനിഷേധികൾക്ക് ദില്ലത്ത് നൽകിയ ദിവസവുമാണെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക്, സഹാബാക്കൾ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ബദരീങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ബദരീങ്ങളെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅ്മലൂ മാ ശഅ്തും ഫഖദ് ഗഫർതു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊള്ളുക, നാം എല്ലാം പുറത്തു നൽകിയിട്ടുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറയുമ്പോൾ അവരുടെ ഫദ്ലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, ശ്രേഷ്ഠതയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതിലുപരി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ ബദരീങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത്. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും വിശ്വാസവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വാസമാണ് അടിസ്ഥാനം. അതിനുശേഷമുള്ള കാര്യങ്ങൾ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു മുസ്ലിം ബദരീങ്ങളുടെ വിശ്വാസത്തിലായിരിക്കണം. ബദരീങ്ങളുടെ വിശ്വാസത്തിലായിക്കൊണ്ട് അവൻ മരിച്ചാൽ അവൻ വിജയികളിൽ പെട്ടവരായിരിക്കുമെന്നുള്ള സംശയമില്ലാത്ത വിഷയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് അവരെ കുറിച്ച്, റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നെന്ന് പറഞ്ഞ സമൂഹമാണ്. ആ സമൂഹത്തിന്റെ വിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ബദരീങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാട്, എന്താണ് ബദരീങ്ങളെ കുറിച്ച് അവൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കി ബദർ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് സത്യനിഷേധികളും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുമാണ് എന്നുള്ളത്. അതിൽ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ട അവർക്ക് രണ്ടുപേരുടെയും അല്ലാഹുവിന്റെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളതാണ്. ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, ആരാണ് ഇത് സംവിധാനിക്കുന്നത്, ആരാണ് മഴ നൽകുന്നത്, ഭക്ഷണം നൽകുന്നത്, റിസ്ക് നൽകുന്നത് എന്നുള്ളതിലെ വിശ്വാസം, രണ്ടുപേരുടെ വിശ്വാസം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻകബൂത്തിൽ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളിൽ പറയുന്നതായി കാണാൻ സാധിക്കും. വല ഇൻ സഅൽതഹും, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ അവരോട് ചോദിച്ചാൽ, അതായത് മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, വസഖറ ശംസ വൽ ഖമർ, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത്, ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയുക തന്നെ ചെയ്യും അത് അല്ലാഹു ആകുന്നു എന്ന് അവർ പറയും. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട, അവർ അല്ലാഹു വിശ്വസിച്ചവരായിരുന്നു. വീണ്ടും പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ, അല്ലാഹുവിന്റെ റസൂലെ താങ്കൾ അവരോട് ചോദിച്ചാൽ ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത്, ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, നിർജീവമായിട്ടുള്ള ഭൂമിയെ ജീവിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആണ്, അല്ലാഹു മാത്രമാണെന്ന് അവർ പറയുമായിരുന്നു. നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങൾ, അവരുടെ അല്ലാഹുവിലുള്ള വിശ്വാസം, അതായത് റുബൂബിയത്തിലുള്ള വിശ്വാസം, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് മഴ നൽകുന്നത്, ആരാണ് മരിപ്പിക്കുന്നത്, ആരാണ് ഖൈറുകൾ നൽകുന്നത്, ഇതിലുള്ള വിശ്വാസമെല്ലാം മുസ്ലിമീങ്ങളുടേതും അതേപോലെ തന്നെ മക്കത്തുള്ള മുശ്രിക്കീങ്ങളുടെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത രണ്ട് സൈന്യങ്ങളുടെയും വിശ്വാസം ഒന്നായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം, ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസം അതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇത് ശരിയാണെങ്കിൽ മറ്റു ചില ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നില്ല, അവർ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നില്ല എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭങ്ങൾ, അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു ജരീർ അത്തൊബരി റഹ്മഹുല്ലാഹ് സൂറത്തുൽ അൻഫാലിന്റെ തഫ്സീറിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, കുഫാർ ഖുറൈശ് ഫീ ഖൗലിഹിം, ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, റബ്ബന ഫ്തഹ് ബൈനനാ വബൈന മുഹമ്മദിൻ വഅസ്ഹാബി, അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്കും മുഹമ്മദിനുമിടയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ സ്വഹാബത്തിനുമിടയിൽ ഞങ്ങൾക്ക് വിജയം നൽകണേ എന്ന് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ദുആ ചെയ്തുകൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതെന്ന് കാണാൻ സാധിക്കും. അബൂജഹൽ അംർ ബിൻ ഹിഷാം എന്ന് പറയുന്ന മക്കയിലുള്ള മുശ്രിക്കീങ്ങളുടെ നേതാവ്, ആ മനുഷ്യൻ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതും ഇബ്നു ജരീർ അത്തൊബരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ച കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ അയ്യുനാ കാന അഫ്ജറ ലക്, അല്ലാഹുവേ ഞാനാണോ അതല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ
നിന്റെ അടുക്കൽ ഏറ്റവും തമ്മാടി എങ്കിൽ ആരാണ് ഇതിൽ തമ്മാടി? അല്ലാഹുമ്മ കുടുംബ ബന്ധങ്ങളെ മുറിപ്പിച്ചത് ആരാണ്? അങ്ങനെയുള്ളവനെ ഫഅൻഹുൽ യൗം, ഇന്നേ ദിവസം തോൽപ്പിക്കണേ, പരാജയപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂജഹൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, മക്കയുടെ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ദുആ ചെയ്തത് എന്നുള്ളതാണ്. ആരാണ് ഹക്കിലുള്ളത് അവരെ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായ സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായ മക്കയുള്ള മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്, ഒരു സംശയമില്ല. ഇനി അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദർ യുദ്ധത്തിലെ ദുആ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദ്ദേഹം ബദർ യുദ്ധത്തിൽ വന്ന രണ്ട് സൈന്യങ്ങളെയും നോക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നോക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, മുസ്ലിം സൈന്യം 300-ഉം അതിന്റെ ഏകദേശം 3 മുസ്ലിം സൈന്യത്തിന്റെ 3 വരുന്ന 1000-ഓളം വരുന്ന സത്യനിഷേധികളുടെ സൈന്യമാണ് അപ്പുറത്തുള്ളത്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ടെന്റിലേക്ക് പോകുന്നു. എന്നിട്ട് പറയുകയാണ്, ഫമാ സാല യഹ്തിഫു ബിറബ്ബിഹി മാദ്ദൻ യദൈ മുസ്തഖ്ബിലൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. ഹത്താ സഖത റിദാഉഹു അൻ മൻകിബൈ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ റിദാ, മേൽമുണ്ട് താഴേക്ക് വീണു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ഫതഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് വരികയാണ്. ഫഅഖദ റിദാഅഹു ഫഅൽഖാഹു അലാ മൻകിബൈ. അദ്ദേഹത്തിന്റെ മേൽമുണ്ടെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തോളിന് വെച്ചു കൊടുത്തു. സുമ്മ ഇൽതസമു മിൻ വറാഇഹി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിന്നിൽ നിന്ന് പിടിച്ചുകൊണ്ട് പറയാണ്, യാ നബിയല്ലാഹ്, അള്ളാഹുന്റെ ദൂതരെ, കഫാക മുനാശിദുക റബ്ബക്, അള്ളാഹുന്റെ റസൂൽ താങ്കൾക്ക് ഇത് മതിയായതാണ്. ഫഇന്നഹു സയുൻജിസുക ലക മാ വഅദക്, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് വിജയം നൽകുന്നത് തന്നെയാണ്. താങ്കൾക്ക് നൽകിയ കരാർ അത് പൂർത്തീകരിക്കും. ഫഅൻസലല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, ഇസ്തസ്തഗീസുന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ആയിരക്കണക്കിനുള്ള മലക്കുകളെ തുടരെ വരുന്ന മലക്കുകളെ സഹായമായി കൊണ്ട് ഇറക്കുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. ഇവിടെ മക്കയിലെ മുശ്രിക്കീങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് പുറപ്പെടുമ്പോൾ തേടിയത് അള്ളാഹുവിനോടാണ്. പക്ഷെ എന്തായാലും സഹോദരങ്ങൾ, അവിടെയുള്ള അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും, അവർ അള്ളാഹുവിനോട് തേടുന്നതിനോടൊപ്പം, അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്തുകൾ അർപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ആ വ്യത്യാസം. ലാത്തയെയും ഉസ്സയെയും വിളിക്കും, അതോടൊപ്പം അള്ളാഹുവിനെയും വിളിക്കും. അള്ളാഹുവിനെ വിളിക്കുന്നതിനോടൊപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് നൽകുന്നതിനോടൊപ്പം മറ്റുള്ള അവരുടെ ബിംബങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ആരാധനകൾ അർപ്പിച്ചിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ പറയുന്നതായി കാണാൻ സാധിക്കും, ഞങ്ങൾ ശഫാഅത്ത് തേടുകയാണ് എന്നുള്ളത്. ഈ വിശ്വാസം തന്നെയായിരുന്നു മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ പറയുന്നത്? വയഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ, അള്ളാഹുവിനെ പുറമെ ആരാധിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ ആരാധിക്കുന്നവർ, മാ ലാ യദുർഹും വലാ യൻഫഉഹും, അവർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ നൽകാൻ സാധിക്കാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. വയഖൂലൂൻ, അവർ പറയുന്ന കാര്യമാണ്, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇക്കൂട്ടർ, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകർ മാത്രമാണ്. ഈ ഒരു വിശ്വാസത്തിൽ ദുആ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, തവസ്സുൽ, ഇസ്തിഗാസ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. സഹോദരങ്ങളെ, വല്ലാഹി ഇത് ബദ്രീങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സമ്പ്രദായം, ഖബറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് ഖബറാളിയോട് ചോദിക്കുക, അബ്ദുൽ ഖാദർ ജീലാനി, യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ, 1000 പ്രാവശ്യം ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് ഇരുട്ടത്ത് ചോദിക്കുക. സഹോദരങ്ങൾ, ദീനുൽ ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടതാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? 1400 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ദീനുൽ ഇസ്ലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമ്മുടെ മതം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഏതെങ്കിലും ഒരു സ്വഹാബിയോ താബിഈങ്ങളോ ഇത് ചെയ്തതായിട്ട്
നമുക്ക് കാണാൻ സാധിക്കുമോ ഇതുപോലുള്ള കാര്യങ്ങൾ? ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കാണാൻ സാധിക്കും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് തേടിയത് എന്നും അതല്ലാത്തതിനെ മുഴുവൻ എതിർത്തതായിട്ടും അത് കൊടിയ ശിർക്കാണെന്നും ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരുപാട് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വന്നൽ മസാജിദു ലില്ലാഹ്, തീർച്ചയായിട്ടും പള്ളികൾ, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം മറ്റാരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ വചനം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, നൂറുകണക്കിന് ആയത്തുകൾ ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങൾ. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ബദർ യുദ്ധത്തിന് ശേഷം ബദരീങ്ങൾ ഷഹീദായി, പല സ്വഹാബത്തും ഷഹീദായി റളിയല്ലാഹു തആല അൻഹും. പിന്നീട് ഏകദേശം ഹിജ്റ 100ഓളം വർഷം വരെ പല സ്വഹാബത്തും ജീവിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ബദരീങ്ങളെ വിളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കൂ? ബദരീങ്ങൾക്ക് പ്രയാസമുണ്ട്, സഹായിക്കണമെന്ന് കാണാൻ സാധിക്കോ? ശ്രദ്ധേയമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലുള്ള ദുആ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് വിളിച്ചത്? അല്ലാഹുമ്മ, അല്ലാഹുമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം. എന്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്തിഗാസ നടത്തിയില്ല? എന്തുകൊണ്ട് ഇസ്തിശ്ഫാ നടത്തില്ല? ശഫാഅത്ത് ചോദിച്ചില്ല? എന്തുകൊണ്ട് ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പല പ്രയാസങ്ങളിലും അവരോട് ചോദിച്ചില്ല? അവർക്കറിയാമായിരുന്നു യഥാർത്ഥ ഇസ്ലാം എന്താണെന്നും ഷിർക്കിന്റെയും കുഫ്രിന്റെയും മൻഹജ് ഏതാണെന്നും മാർഗം ഏതാണ് കൃത്യമായി കൊണ്ട് അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സത്യം പറയാം, ഉറപ്പിച്ചു പറയാനുള്ള കാര്യമാണ്. ഖുർആനിലോ ആയിരക്കണക്കിനുള്ള ഖുർആനിക വചനങ്ങളിൽ നിന്നോ ലക്ഷക്കണക്കിനുള്ള ഹദീസുകളിൽ നിന്നോ ഒരവരി പോലും സ്വഹാബാക്കളോ പ്രവാചകന്മാരോ അള്ളാഹു അല്ലാത്തവരോട് തേടിയതായിട്ടോ അവർക്ക് ഇബാദത്തുകൾ അർപ്പിച്ചതായിട്ടോ കാണാൻ സാധ്യമല്ല. നമ്മൾ ഓതാറില്ല സൂറത്തുൽ ഫാത്തിഹ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ, സ്വഹാബത്ത് ചോദിച്ചതുപോലെ, അതുപോലെ മുൻ കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കൾ ചോദിച്ചതുപോലെ, ഉമ്മത്തിലെ യഥാർത്ഥ ഔലിയാക്കൾ ചോദിച്ചതുപോലെ അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ പറയേണ്ടത് സഹായം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ വരുന്ന ദിവസങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരമാണ് ബദരീങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറയുന്ന ആചാരം. വളരെ സങ്കടത്തോടുകൂടി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഒരു പ്രവർത്തനം, ഈ ഒരു ആണ്ട് നേർച്ച റസൂലോ സഹാബത്തോ താബിയങ്ങളോ തബതാബിയങ്ങളോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവസാനമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളിൽ വഫാത്താകുന്ന സ്വഹാബി അബൂ തുഫൈൽ ആമിർ ബിൻ വാസിൽ അൽ-ലൈസി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഏകദേശം ഹിജ്റ 2 വഫാത്താകുന്നത്. ഹിജ്റ 102 അദ്ദേഹം വഫാത്താകുന്നത്. അതിനു മുമ്പ് ഹിജ്റ 93 അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാദിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നുണ്ട്. ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിവസത്തിൽ പ്രത്യേകമായിട്ടുള്ള ചില മൗലൂദുകൾ, ചില ഭക്ഷണം നൽകൽ, ചില കൂട്ടിയിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് തെളിയിക്കാൻ കഴിയൂല എന്നുള്ളത്, അതില്ല എന്നുള്ളതാണ്. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ഒരു ബിദ്അത്തായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ നമുക്ക് വിശദീകരിച്ച് നൽകിയിട്ടുള്ളത്. ഇതവിടെ മനസ്സിലാക്കേണ്ട സത്യമാണ്. നാട്ടിലെ ആളുകൾ ചെയ്യുന്നു, അത് ശരിയാകണമെന്നുണ്ടോ? നാട്ടിലെ ആളുകൾ ചെയ്യുന്നതല്ല, ഇല്ലല്ലോ. ചില ആളുകൾ നല്ലതല്ല. സഹോദരങ്ങളെ, ദീനിലില്ലാത്ത കാര്യം ദീനിൽ പുതുതായി ചേർക്കുന്നത് നല്ലതല്ല. അത് നമുക്ക് എത്ര നല്ലതായി തോന്നിയാലും നല്ലതല്ല. ആരാണ് ദീനിൽ നിയമമുണ്ടാക്കാൻ നമുക്ക് അധികാരം നൽകിയത്? ദീനിൽ നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് എന്നുള്ളതാണ്. എന്ന് മാത്രല്ല, ഈ ദിവസങ്ങളിൽ ചൊല്ലുന്ന മൗലൂദ് എന്നുള്ള പേരിൽ ചൊല്ലുന്ന ബദർ ബൈത്തിലുള്ള വരികൾ ചിലത് ഞാൻ കേൾപ്പിക്കാം. എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത്, എന്താണ് ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യം എന്നുള്ളതും നമ്മൾ അതിൽ പറയണം. ബദർ ബൈത്തിൽ പറയും, യാ അഹ്ല ബദർ അഗീസൂനാ ലിറഫ്ഇൽ ബലാ വകാശിഫു അന്നൽ ഖുറൂബ വശഖാ. എന്താണ് പറയുന്നത് അതില്? ബദരീങ്ങളെ വിളിക്കാണ്. അഗീസൂന, ഞങ്ങളെ സഹായിക്കണമേ, ലിറഫ്ഇൽ ബലാ, ഞങ്ങളുടെ പരീക്ഷണങ്ങളെ ഉയർത്താൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് ചോദിച്ചത്? അല്ലാഹുവിനോട്. സ്വഹാബാക്കൾ ആരോടാണ് ചോദിച്ചത്? അല്ലാഹുവിനോട് മാത്രം. വീണ്ടും പറഞ്ഞു, വകാശിഫു അന്നൽ ഖുറൂബ വശഖാ,
നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ നിന്ന് മാറ്റണമേ. സഹോദരങ്ങളെ, വഫാത്തായി പോയ സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹും എങ്ങനെ നമ്മളെ രക്ഷിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായാൽ അല്ലാഹുവിനല്ലാതെ അത് മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതല്ലേ. അവിടെ ഇസ്തിഗാസ ദുആ അല്ലാഹു അല്ലാത്തവരോട് ബദരീങ്ങളോട് ചോദിക്കുന്നു. വീണ്ടും അവർ പറയുന്നതായി കാണാൻ സാധിക്കും, അജീറൂനാ മിനൽ അഅദാഹി വമിൻ കൈദിൽ ജുനൂൻ വകൂനൂ ലനാ ഹുസ്നൻ ഹസീനൻ മിനൽ മനൂൻ. അടുത്ത വരിയാണ് ബദ്ർ ബൈത്തുള്ള വരി. എന്താണത്? ഞങ്ങൾക്ക് ശരണം നൽകണമേ, ഞങ്ങൾക്ക് ശരണം നൽകണമേ. ആരിൽ നിന്നും? ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും, അതുപോലെ തന്നെ അറിവില്ലാത്ത ആളുകളുടെ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു പരിചയമായി നിൽക്കണമേ എന്ന് ആരോട് പറയാണ്? ബദ്രീങ്ങളോട് പറയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഘടകവിരുദ്ധമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കുന്ന ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. വീണ്ടും പറഞ്ഞതായി കാണാൻ സാധിക്കും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, റസൂലല്ലാഹ് അഗ്സൻ വമദദ് യാ റസൂലല്ലാഹ് അലൈക്കൽ മുഅ്തമദ്. എന്താണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലെ, താങ്കളാണ് സഹായം, താങ്കൾ നിന്നാണ് സഹായം ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലെ, താങ്കളെയാണ് ഊന്നുന്നത്, താങ്കളിലാണ് തവക്കുൽ ബരമേൽപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആരിലാണ് നമ്മൾ ബരമേൽപ്പിക്കേണ്ടത്? വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമൻ യതവക്കല അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരെങ്കിലും അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത അവൻക്ക് അല്ലാഹു മതി. അലല്ലാഹി തവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുമെന്ന് ബരമേൽപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതുപോലുള്ള ബൈറ്റുകളിൽ പറയുന്നത് പച്ച ശിർക്കും കുഫ്റുമാണെന്ന് സഹോദരൻ ഓർമ്മപ്പെടുത്താണ്. ഇതൊരാൾ പറഞ്ഞാൽ ദീൻ ഇസ്ലാമിന് പുറത്തു പോകും. ബദ്ർ യുദ്ധത്തിലെ മുശ്രിക്കീങ്ങൾ ഏത് നരകത്തിലാണ് കടക്കുന്നത്? ഇതേ അവസ്ഥയിൽ മരിച്ചുപോയാൽ ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂജഹലും ഉത്ബത്തും വലീദും ഉമയ്യത്തും ബിൻ ഖലഫും ഇവരെല്ലാം ഏതൊരു നരകത്തിലാണ് കടക്കുന്നത്? അതിലേക്ക് സഹോദരങ്ങളെ കൊണ്ടെത്തിക്കും. വല്ലാഹി, ഇത് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് അറിയാത്ത ആളുകൾക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അറിയാത്ത ആളുകൾക്ക് എത്തിക്കണം. അതിനു മുമ്പ് നമ്മുടെ അടുക്കല് ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്തുകൊണ്ട് പിന്നീട് ദീനുൽ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. നല്ല രൂപത്തിൽ ദീനുൽ ഇസ്ലാം മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്താൻ. ഇതുപോലുള്ള പരിപാടികൾ പങ്കെടുക്കരുത്, ഇതിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകരുത്. നമ്മൾ ദീനിനെ സപ്പോർട്ട് ചെയ്യേണ്ട, ദീനെ നശിപ്പിക്കാൻ ഇതിനുള്ള സാമ്പത്തിക സഹായം നൽകൽ, ഇതിനുള്ള സഹായം നൽകൽ, അതിൽ പങ്കെടുക്കൽ ഒരിക്കലും പാടില്ലാത്ത സഹോദരങ്ങൾ. ഇത് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ സമയത്തിന്റെ കുറവ് മൂലം ഒരുപാട് വരികൾ, ഇതുപോലുള്ള ശിർക്കിന്റെയും കുഫ്രിന്റെയും വരികൾ ഇവർ ചൊല്ലുന്ന ബൈത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണമെന്നും ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇതൊന്നുമില്ലെങ്കിലും ആ പ്രവർത്തനം വിദഅത്താണ്. കാരണം എന്താണ്? അങ്ങനെ ഒരു പ്രത്യേക ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രത്യേക മൗലൂദുകൾ ചൊല്ലി അല്ലെ സ്വലാത്ത് ചൊല്ലി ഭക്ഷണം കഴിച്ച് ഖുർആനോദി പിരിഞ്ഞിട്ടില്ല. അത് പുതുതായി ഉണ്ടാക്കിയതാണ് എന്നത് വളരെ കൃത്യമാണ്. ഒരു ഹദീസ് പോലും അതിന് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കായി കൊണ്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം സഹോദരന്മാർ ലോകത്തിന്റെ പല കോണുകളിൽ യുദ്ധത്തിന്റെ പ്രയാസത്തിലാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസം എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസിറിൽ മുസ്ലിമീന ഫി കുല്ലി മക്കാൻ. അല്ലാഹുമ്മ അൻസിറിൽ മുസ്ലിമീന ഫി കുല്ലി മക്കാൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദാഅൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദാഅൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم يا مسرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة